14 സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് കിട്ടിയതാണ് ബിന്ദു ചേച്ചി. 14 എണ്ണം ചെയ്തോ? അത് ശരിയാ. ഞാൻ 4 എണ്ണേ ചെയ്തുള്ളൂ കേട്ടോ. ശ്രീ ഹായ് റാം എന്ന് പറയുന്നുണ്ട്. 14 കുഴപ്പമില്ല അല്ലേ? ഹായ് റാം എന്ന് പറയുന്നുണ്ട്. വാച്ചവറാണ് എനിക്കൊക്കെ പ്രശ്നം. ഉഗാണ്ടയിലെ ചേച്ചി ബിന്ദു, ഞാനല്ലേ ഷമീറിൻ്റെ ലൈവിൽ പോകണമെന്ന് പറഞ്ഞത്? ഞാൻ ഇപ്പോൾ ആരായി? ഞാൻ ഷമീറിൻ്റെ ലൈവിൽ എനിക്ക് അറിയില്ല ഷമീർ ആരാന്ന് തന്നെ അറിയില്ലായിരുന്നു ചേച്ചി. ലൈവിൽ പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് അത് ആരോ ആണെന്ന്. പിന്നെ ഇന്നലെ ഷമീർ എന്നെ വന്നു, അപ്പോൾ എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ ഇതായി, അപ്പോൾ ബ്ലൂ കൊടുക്കാൻ പറഞ്ഞ് ഞാനിങ്ങനെ തപ്പി കളിച്ച് ഒരു ഐഡിക്കാണോ ഞാൻ ബ്ലൂ കൊടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നല്ല രസം. പാസി പറഞ്ഞപ്പോഴാണ് പിന്നെ ഒന്നുകൂടി ആയിട്ട് ബ്ലൂ കൊടുത്തത് ഞാൻ. പിന്നെയാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. പിന്നെ രാവിലെ ചേച്ചി പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് ഞാൻ ആര് പറഞ്ഞതും ഞാൻ അങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഇതാക്കിയതേ ഉള്ളൂ. എൻ്റെ ലൈവിൽ വന്നപ്പോഴാണ് ഞാൻ ഇത് ആരാന്ന് ചോദിച്ചു മൂപ്പരോട്. രാംഗോപാൽ വർമ്മ എന്ന് അറിയാൻ ഒരു ആഗ്രഹം. ആ രാംഗോപാൽ വർമ്മ ആരാ? ഡയറക്ടർ, ഹിന്ദി ഫിലിം ഫീൽഡിലെ യൂസർ. അവർക്ക് പാകമായ ബർമുട കിട്ടണ്ടേ ബിന്ദുന്ന്? ആർക്ക്? ഷൈനിക്ക്. അവസാനം 2 എണ്ണം കിട്ടിയ കൂട്ടി യോജിപ്പിച്ച് റെഡിയാക്കി ഡബിൾ സ്റ്റിച്ചും ഇട്ട്. ഇല്ലെങ്കിൽ ഉഗാണ്ടയിൽ നിന്നും ബ്രേക്ക് ഡാൻസ് കളിക്കുമ്പോൾ ചിലപ്പോൾ കയറി പോകും. നിജു നമസ്കാരം. നിജു പുതിയ ആളാണോ? രാംഗോപാൽ വർമ്മ, എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ നെയിം ഊർമിള എന്ന് അല്ലല്ലോ? ആണല്ലോ, ഊർമിളേനല്ലേ കല്യാണം കഴിച്ചത്. ഭയങ്കര ഒരു പാട്ടില്ലായിരുന്നു ഊർമിളേൻ്റെ, ഭയങ്കര ഫേമസ്. ശ്രീ നിലു എന്ന് പറയുന്നുണ്ട്. ഷൈനി നിജു എന്ന് പറയുന്നുണ്ട്. നിജു. പിന്നെ എന്താ രാമേട്ടാന്ന് ചോദിക്കുന്നുണ്ട്. ഐശ്വര്യമായി ലൈക്ക് അടിച്ച് വരുന്നു ഞാൻ 2 ദിവസം ആദ്യം. ഐശ്വര്യാണ് കേട്ടോ. ഗിരീഷ് ഐശ്വര്യ എന്ന് ആരാ പറഞ്ഞത്? അനിമയാണോ ഐറിനാണോ? ഏതോ അനിമയാന്ന് തോന്നുന്നു. ഇന്ന് പറയണേ ഗിരീഷേ. അല്ല, ഐശ്വര്യയുണ്ട്. ആദ്യം രാമേട്ടനെ ഒറിജിനൽ പേര് പറയൂ. രാംഗോപാൽ വർമ്മേൻ്റെ ഒറിജിനൽ പേര് പറയാൻ. അവിടെ ഷൈനി കമൻ്റ് ഇടുന്നത് ഞാൻ കണ്ടു എന്ന്. ഷൈനീനെ ഞാൻ വിളിച്ചു കൊണ്ടുവന്ന്, ഷൈനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് വാന്ന് പറഞ്ഞ് ശ്രീനേനെയൊക്കെ ഞാൻ വിളിച്ച് കൂട്ടി വന്നതാ. ഞങ്ങൾ അറിയുന്ന ഒരാൾ അതിലുണ്ടായിരുന്നു. ഭയങ്കര എന്താ പറയുക, അത് പറയാൻ പറ്റില്ല, പിന്നെ പറയാം. ശ്രീനാഥ് ബാസി, ബിന്ദുസ് ബാസി ബ്ലൂ കൊടുക്കാൻ വെറുതെ പറയില്ല. ബാസി പറഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ ഇതായത്. ഞാൻ എന്തൊരു പൊട്ടത്തിയല്ലേ. ബാസി പറഞ്ഞപ്പോൾ എനിക്ക് സംശയം. ആദ്യം ആരൊക്കെയോ പറഞ്ഞപ്പോൾ ഞാൻ അത്ര ഇതില്ല. പിന്നെ ഞാൻ ഇങ്ങനെ തപ്പി കളിച്ചിട്ടാണ് പിന്നെ ഇതാക്കി. നീജു ചേച്ചിയെ ഞാൻ കാർത്തിക ചേച്ചിയുടെ ലൈവിൽ കണ്ടിട്ടുണ്ട്, അവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ആണോ കാർത്തിക? പണ്ട്. ഞാൻ ഇപ്പോൾ പോവാറില്ല കാർത്തിക അതിൽ ലൈവിൽ പോവാറില്ല. നിജു, ഞാൻ കാർത്തിക ചേച്ചി. ഓക്കെ നിജു അങ്ങനെ കണ്ടതാണോ? താങ്ക് യു കേട്ടോ. പിന്നെ ഷൈനി, ഞാനും ബിന്ദുവും ഇന്ന് കുറേ സന്തോഷിച്ചു ചേച്ചി. ചേച്ചി പറയാൻ പറ്റാത്ത, ഇന്ന് രാവിലെ എനിക്ക് ആ വിഷമാണെങ്കിൽ അതിൻ്റെ ഡബിൾ ത്രിബിൾ ഇന്ന് ഞാൻ സന്തോഷിച്ച്, ഞാനും ഷൈനിയും. ശ്രീനാഥ് ബാസി, വ്യത്യസ്തമായി അറിയുന്ന ആൾക്ക് മാത്രം ബാസി പറയുകയുള്ളൂ. വ്യക്തമായി അറിയുന്ന ആൾക്ക് മാത്രം ബാസി പറയുകയുള്ളൂ. എന്നാലും എൻ്റെ ബാസി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ലോകത്ത് ഞാൻ അറിഞ്ഞില്ല. നിജു ഹായ് ഷൈനി ചേച്ചി. ഞാനും വിചാരിക്കും ഓരോരുത്തരും എങ്ങനെ കൂടുന്നത് ഒന്നും മനസ്സിലാവില്ല എനിക്ക്. നമ്മൾ നേരെ വാ നേരെ പോവും. നമ്മൾ കുറേ ഉണ്ടാക്കും, കുറേ പോവും. ഞാനതാ വരാഞ്ഞത് എന്ന്. ചേച്ചി വരണമായിരുന്നു. കാർത്തിക കല്യാണി നിജു. മനസ്സിലായി, കാർത്തിക കല്യാണി. ഓക്കെ രാംഗോപാൽ വർമ്മ, താങ്ക് യു കേട്ടോ നിജു, വന്നതിൽ ഓർത്ത് വന്നതിൽ. രംഗീല മൂവിയിലെ പാട്ടാണോ ഉദ്ദേശിച്ചത്? റഹ്മാൻ സോങ്. ആയിരേ എന്നുള്ള. എല്ലാം ഞാൻ മറക്കുന്ന ആൾ. എനിക്ക് ആ പാട്ട് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. രംഗീല എന്ന്. ആയിരേ ആ പാട്ട്. യൂസർ, അവസാനം ബിന്ദു ഒരു സത്യം തുറന്നു പറഞ്ഞു. എന്താ ഞാൻ തുറന്നു പറഞ്ഞത്? അവസാനം പറഞ്ഞൊരു സത്യം
എന്നെ പറ്റി ആവശ്യമില്ലാത്തത് പറഞ്ഞ ആൾ അവിടെ ക്യൂയിൽ